ബിജെപിയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പിന്റെ യോഗം ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷന്റെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു. പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ പ്രഭാരിമാരായ ശ്രീ പ്രകാശ് ജാവ്ദേക്കറും സഹപ്രഭാരി അപരാജിത സാരംഗിജി ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളൊരു പൊതുവിലയിരുത്തൽ ആ യോഗത്തിൽ പൊതുവെ ഉണ്ടായി. തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ തോൽപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ സംസ്ഥാനത്ത് യുഡിഎഫും എൽഡിഎഫും പരസ്പരം സഹായിച്ചുകൊണ്ട് നടത്തിയിരുന്നു എന്നുള്ളതും നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ്. ആ കാര്യവും കോർ ഗ്രൂപ്പ് യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും തെരഞ്ഞെടുപ്പിലും കേരളത്തിന്റെ പല ഭാഗത്തും ഈ പരസ്പര സഹകരണം യുഡിഎഫും എൽഡിഎഫും തമ്മിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ യുഡിഎഫിന്റെയും എൽഡിഎഫിന്റെയും പരസ്പര സഹകരണം കൊണ്ട് ഇന്ത്യ മുന്നണിയായി മത്സരിച്ചതിന്റെ ഭാഗമായി കുറേയേറെ പഞ്ചായത്തുകളിൽ ബിജെപിക്ക് പ്രസിഡന്റുമാരെ ജയിപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ കേരളത്തിലെ ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസും സിപിഎമ്മും പരസ്പരം സഹകരിച്ചുകൊണ്ട് ബിജെപിയെ മാറ്റി നിർത്താൻ ഒരു മുന്നണിയായി മാറാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തലവന്മാരെ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ അണിയറയിൽ മാത്രമുള്ള, നാളെ പൊതുവേദിയിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരാരംഭമാണ് എന്നുള്ള വിലയിരുത്തലാണ് പാർട്ടി നേതൃയോഗത്തിൽ ഇന്ന് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധി വിഷയങ്ങളിൽ സിപിഎമ്മും കോൺഗ്രസും പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. നേരത്തെ ആ സ്വർണ്ണക്കൊള്ളക്ക് നേതൃത്വം കൊടുത്തത് സിപിഎം സഹയാത്രികരായിരുന്നുവെങ്കിൽ അതിൽ കോൺഗ്രസിനുള്ള പങ്കാളിത്തം കൂടി ഇപ്പോ മറന്നേക്ക് പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ കോൺഗ്രസിനും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അപ്പൊ ശബരിമലയിലെ ക്ഷേത്ര പവിത്രത തകർക്കുന്ന കാര്യത്തിൽ, ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ, ഇതിലെല്ലാം സിപിഎമ്മും കോൺഗ്രസും തമ്മിൽ ഒരു പരസ്പര സഹകരണമുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കേരളത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന് ബോധ്യമായിട്ടുള്ളത്. കോൺഗ്രസ് സിപിഎമ്മിനെ പഴിചാരുകയും സിപിഎം കോൺഗ്രസിനെ പഴിചാരുകയും ചെയ്തിട്ട് ഈ രണ്ടു കൂട്ടരും ഇരുട്ടിൽ കള്ളന്മാരെ തപ്പുകയാണ്. സത്യത്തിൽ ഈ കൊള്ളയുടെ പിറകിൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളയായിട്ടുള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിറകിൽ സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രമുഖന്മാരായിട്ടുള്ള ആളുകളുടെ പങ്കാളിത്തമുണ്ട്. അതിന്റെ വിശദാംശങ്ങളെല്ലാം പുറത്തു വരേണ്ടതാണ്. ആ വിശദാംശങ്ങൾ പുറത്തു വരാൻ നിലവിലുള്ള എസ്ഐടിയുടെ അന്വേഷണത്തിന്റെ പരിമിതികളെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പുതിയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും കേസിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നടത്തിയിട്ടുള്ള ഏറ്റവും പുതിയ നിരീക്ഷണങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള സിബിഐ അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത്. ഇഡി ഈ കേസിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഇഡി അന്വേഷിക്കുന്നുള്ളൂ.
പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇതിലെ അഴിമതിയുടെ എലിമെന്റ്സ് ഉള്ളത്. ഇത് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്വർണ്ണമോഷണ സംഘം, വിഗ്രഹ കള്ളക്കടത്ത് സംഘം, ഇങ്ങനെയുള്ള വലിയ വലിയ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം ആവശ്യമാണ് എന്നുള്ളതാണ് BJP സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രചരണങ്ങളും പ്രക്ഷോഭങ്ങളും അതോടൊപ്പം നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ഇതില് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഒരു കാരണവശാലും ഈ കാര്യത്തിൽ CBI അന്വേഷണം വേണ്ട എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എന്തിനാണ് മുഖ്യമന്ത്രി CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഗവൺമെന്റിനും ഒന്നും ഈ കാര്യത്തിൽ ഒന്നും മറക്കാനില്ല എങ്കിൽ എന്തിനാണ് അവർ CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത്? CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഒരു CPM കാരണം ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അതുകൊണ്ട് ഇതിന്റെ വസ്തുതകളും സത്യാവസ്ഥയും പുറത്തു വരാൻ CBI അന്വേഷണം ആവശ്യമാണ് എന്ന നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഈ ആവശ്യം ഞങ്ങൾ നേരത്തെ തന്നെ മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള തുടർ പ്രക്ഷോഭങ്ങൾക്കും പ്രചരണങ്ങൾക്കും നേതൃത്വം കൊടുക്കാനാണ് രാവിലത്തെ കോർ ഗ്രൂപ്പ് യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രതയും പരിപാവനതയും സംരക്ഷിക്കാൻ ആഗ്രഹമുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭത്തിനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി ജനുവരി മാസം 14-ാം തീയതി മകരസംക്രമ ദിനത്തിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മകരജ്യോതി ദിവസമാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ അയ്യപ്പ വിശ്വാസികളും മകരജ്യോതി തൊഴുന്ന ദിവസമാണ്. ആ ദിവസം തന്നെ ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ കൊള്ളസംഘത്തെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ആവശ്യമായ അന്വേഷണം വേണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമലയിലേത് UDF-ന്റെയും LDF-ന്റെയും സംയുക്ത കൊള്ളയാണ് എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ സംയുക്ത കൊള്ള UDF-ന്റെയും LDF-ന്റെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സംയുക്ത കൊള്ള അത് പുറത്തുവരണം. ശബരിമല ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ശക്തികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. 14-ന് ശേഷം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള തുടർ പരിപാടികൾക്ക് പാർട്ടി നേതൃത്വം കൊടുക്കും. മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാജി ജനുവരി 11-ാം തീയതി സംസ്ഥാനം സന്ദർശിക്കുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്താണ് വരുന്നത്. പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ അദ്ദേഹം സംബന്ധിക്കും. അതോടൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ള പാർട്ടിയുടെ ജനപ്രതിനിധികളുടെ സമ്മേളനത്തിൽ മുഴുവൻ കേരളത്തിലെയും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ജനപ്രതിനിധികളുടെ സമ്മേളനത്തിലും അദ്ദേഹം സംബന്ധിക്കും. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ആ യോഗത്തിൽ സ്വാഭാവികമായിട്ടും ആലോചനയ്ക്ക് വരും. അതിനാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അമിത്ഷാജിയുടെ ഭാഗത്തുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള ജനപ്രതിനിധികൾ BJPയെ സംബന്ധിച്ചിടത്തോളം
2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനത്തിന് അവരെല്ലാവരും ആരംഭം കുറിക്കണം എന്നുകൂടി ആലോചിച്ച പശ്ചാത്തലത്തിലാണ് അമിത്ഷാജിയുടെ സാന്നിധ്യത്തിൽ തന്നെ അവരെ സമ്മേളനം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ആലോചിച്ചിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ 11-ാം തീയതി അമിത്ഷാജി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിൽ ബാക്കി കാര്യങ്ങൾ കൂടി ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഞങ്ങൾ കേരളത്തിലെ എല്ലാ വിശ്വാസികളെയും ആഹ്വാനം ചെയ്യുകയാണ്. ബിജെപി പ്രവർത്തകന്മാർ മാത്രമല്ല, എല്ലാ അയ്യപ്പ വിശ്വാസികളും അതിൽ പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സാമൂഹ്യ പരിപാടിയായിട്ടുണ്ടാകും. അതാണ് ഞാൻ വീടുകളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. പൂർത്തിയായിട്ടില്ല. ആ പ്രവർത്തനം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് വരികയും ചെയ്തിട്ടുള്ളത്. അപ്പോ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികളൊക്കെ തെരഞ്ഞെടുപ്പ് ഫീൽഡിലായതുകൊണ്ട് ആ പ്രവർത്തനം അവിടെ വെച്ച് ഞങ്ങൾക്ക് നിർത്തുക വേണ്ടിയിരുന്നു. ആ പ്രവർത്തനം ഇനി ആരംഭിക്കും. ഒന്ന്, അതൊക്കെ പല കണക്കുകളാണ്. സത്യത്തിൽ ബിജെപിക്ക് 2020 കിട്ടിയത് 14% ലക്ഷം മേലെ, അത് 15% ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പുറത്തു വരുന്ന കണക്കുകൾ ഗ്രാമപഞ്ചായത്തിന്റെ കണക്കുകൾ, ജില്ലാ പഞ്ചായത്തിന്റെ കണക്കുകൾ, ഇങ്ങനെ പല കണക്കുകളാണ്. ഞങ്ങളിപ്പോ പരിശോധിച്ചിട്ടുള്ളത് കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കുണ്ട്, ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ കണക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമ, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കനുസരിച്ച് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം 1% വോട്ട് വർധനവ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ വോട്ടിംഗ് പെർസെന്റേജ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കേരളത്തിൽ 50%-ലേറെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ഈ പ്രാവശ്യം ബിജെപിക്ക് പ്രാതിനിധ്യമുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ബഹുദൂരം മുമ്പിലാണ്. ഞങ്ങൾ കേരളത്തിലെ നിരവധി ഗ്രാമപഞ്ചായത്തുകൾ നിർണായകമായിട്ടുള്ള ശക്തിയാണ്. നിരവധി മുനിസിപ്പാലിറ്റികളിൽ ഞങ്ങൾ നിർണായകമായ ശക്തിയാണ്. ഏതാണ്ട് 1 ഡസൻ മുനിസിപ്പാലിറ്റികളിൽ ബിജെപി പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിജയത്തിന്റെ ഗ്രാഫ് 2020 വളരെ ബഹുദൂരം മുമ്പിലാണ്. എല്ലായിടത്തും സാന്നിധ്യമാകാനും സ്വാധീനമുറപ്പിക്കാനും നിർണായകമാകാനും സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഡാറ്റാബേസ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. ബിജെപിക്ക് നേട്ടമുണ്ടായിട്ടുണ്ടല്ലോ. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യുമല്ലോ. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള മുദ്രാവാക്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് വികസിത കേരളം എന്ന ആശയം മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയത്. കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് വികസനം മാത്രം പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കില്ല എന്നൊക്കെ വിമർശിച്ചവരുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വളരെ കോൺസ്റ്റന്റ് ആയിട്ട് ആ മുദ്രാവാക്യം ജനങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ക്യാമ്പയിൻ നടത്തി. അതിനിടയിലാണ് ശബരിമല വിഷയം ഉയർന്നു വന്നിട്ടുള്ളത്. ശബരിമല വിഷയം വന്ന സമയത്ത് ഞങ്ങൾ അതിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അതും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള റിസൾട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ആന്റി LDF വികാരമുണ്ടാകുമ്പോൾ, ഒരു ഭരണകക്ഷിക്കെതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസി വേവ് ഉണ്ടാകുമ്പോൾ അതിന്റെ ആദ്യത്തെ ഗുണഭോക്താവ് എപ്പോഴും മെയിൻ ഓപ്പോസിഷൻ പാർട്ടി ആയിരിക്കും. അത് നമ്മുടെ ജനാധിപത്യത്തിൽ സാധാരണ പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് UDF ഗുണം കിട്ടിയിട്ടുണ്ടാകും. UDF ഗുണം കിട്ടി എന്നുള്ളത് കൊണ്ട് BJP കിട്ടിയില്ല എന്ന് പറഞ്ഞ അർത്ഥമില്ല. വ്യത്യാസമുണ്ടാകും. ഇപ്പോ UDF 10 വോട്ട് കിട്ടുന്നതും BJPക്ക് 30 വോട്ട് കിട്ടുന്നതും ഒരുപോലെയല്ല. കാരണം അവരുടെ പൊതുവെ അവർക്ക് 10 വോട്ട് കിട്ടിയാൽ ജയിക്കാൻ സാധിക്കും, ഞങ്ങൾക്ക് ഒരു 100 വോട്ട് കിട്ടിയാലേ ജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിജയത്തിൽ വ്യത്യാസമുണ്ടാകും. പക്ഷെ ഞങ്ങളുടെ വിലയിരുത്തലനുസരിച്ച് എല്ലാ ജില്ലകളിലും, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ശബരിമല വിഷയം കൂടിയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങളെ പന്തളത്തല്ലല്ലോ ശബരിമല. പന്തളത്തല്ലല്ലോ.
പന്തളത്തെ എങ്ങനെ തോറ്റു എന്നുള്ളത് നിങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ച് നോക്ക്. ഓരോ വാർഡിലും ഞങ്ങൾക്ക് കിട്ടിയ വോട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM, UDFനും LDFനും കിട്ടിയ വോട്ട് കൂടി ടാലി ചെയ്താൽ മതി. ഞങ്ങൾ തോൽപ്പിച്ചതാണ്. രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ ഒരുമിച്ച് വോട്ട് ചെയ്ത് ഞങ്ങൾ തോൽപ്പിച്ച് ഞങ്ങൾക്ക് എന്ത് സാധിക്കും? പന്തളത്ത് ഞങ്ങൾ തോൽപ്പിച്ചത് ഞങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞങ്ങള് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. കേരളത്തിൽ 3000-ലേറെ വാർഡുകളിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി LDFും UDFും ഒരു മുന്നണിയായി മത്സരിച്ചിട്ടുണ്ട്, ധാരണയോടുകൂടി. അപ്പൊ അങ്ങനെ അത് സത്യത്തിൽ അതൊരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഏർപ്പാടാണ്. ഇല്ലെങ്കിൽ അവർ മുന്നണിയെ മത്സരിച്ചാൽ മതിയായിരുന്നു, കുഴപ്പമില്ല. സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ധാരണ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയായ ഏർപ്പാടല്ലല്ലോ. അതില്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ സീറ്റിന്റെ 2 മടങ്ങധികം സീറ്റ് കിട്ടുമായിരുന്നു. ഞങ്ങൾ ആ കണക്കെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓരോ വാർഡിലും ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഏതെല്ലാം വാർഡുകൾ ചെയ്തു എന്നുള്ളത് ആ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. 3000-ലേറെ വാർഡുകളിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി UDFും LDFും പരസ്പരം സഹായിച്ചു കൊടുത്തു. ചില സ്ഥലത്ത് അവർ സ്ഥാനാർത്ഥികളെ പോലെ നിർത്തുക. കാസർഗോഡ് ജില്ലയിൽ പല വാർഡിലും, ഉദാഹരണമായിട്ട് ബോർഡർ പഞ്ചായത്തുകളിൽ, ആ പഞ്ചായത്തിലൊക്കെ ചില വാർഡുകൾ CPM സ്ഥാനാർത്ഥിയില്ല, ചില സ്ഥലത്ത് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല, സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെയൊക്കെ BJPയെ തോൽപ്പിക്കാൻ മുന്നണികൾ പരിശ്രമിക്കുമ്പോൾ അതിനെയും ഓവർകം ചെയ്തിട്ടാണ് ഈ വിജയം ഞങ്ങൾ കൈവരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് തന്നെ ടോട്ടൽ കണക്കല്ല. ആ കണക്കൊക്കെ ഞങ്ങൾ എടുത്തു. അത് ഓരോ സമയത്തും ഇറക്കുന്നത് ചില കണക്കുകൾ ഗ്രാമപഞ്ചായത്തിന്റെ മാത്രമാണ്, ചില കണക്കുകൾ ജില്ലാ പഞ്ചായത്തിന്റെ മാത്രമാണ്. ഫൈനൽ ടാലിയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് 14 അതിലിപ്പോ 15 മേലെയായിട്ടുണ്ട്. 1% വർധനവ് ഞങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പല 1% വർധനവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനതിനെ കാണുന്നത് ശതമാനക്കണക്കിൽ മാത്രമല്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തിയിട്ടുള്ളത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും BJPയുടെ സാന്നിധ്യം ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കേരളത്തിൽ ഒരുപാട് മേഖല, ഞങ്ങൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഒരുപാട് മേഖലകളിൽ ഇപ്രാവശ്യം ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. CPMന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ, ഇപ്പൊ പാപ്പിനിശ്ശേരി, കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ പോലും സാധിക്കാത്ത പ്രദേശമായിരുന്നു. ഇപ്രാവശ്യം അവിടെ ഞങ്ങൾ ജയിച്ചു. കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര തടഞ്ഞുകൊണ്ട് ഇവിടെ RSSO BJP ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലം ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത്, ഇപ്രാവശ്യം ആ വാർഡ് ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകുന്നു, ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിൽ നിങ്ങൾ നോക്ക്, ആലപ്പുഴ ചെങ്ങന്നൂർ മണ്ഡലം, ആ മണ്ഡലത്തിൽ 5 പഞ്ചായത്തുകളിൽ നിന്ന് BJPയാണ് ഭരിക്കുന്നത്. ആകെ 10 പഞ്ചായത്തേ ഉള്ളൂ, 5 പഞ്ചായത്ത് BJP ഭരിക്കുകയാണ്. ഇതേ ആലപ്പുഴ ജില്ലയിൽ നിലമ്പൂർ പഞ്ചായത്ത്, ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പ്രവർത്തനം നിഷേധിക്കപ്പെട്ട പഞ്ചായത്ത്, ആ പഞ്ചായത്തിന്റെ ഭരണം ഇന്ന് BJPയുടെ കയ്യിലാണ്. അട്ടപ്പാടിയിലെ വനവാസി മേഖല, ആ മേഖലയിലെ വനവാസി പഞ്ചായത്ത്, പുത്തൂർ പഞ്ചായത്ത്, ഞങ്ങൾക്ക് നേരത്തെ പ്രവേശിക്കാൻ സാധിക്കാത്ത സ്ഥലമായിരുന്നു. ഇന്ന് ഭരിക്കുന്നത് BJPയാണ്. മലപ്പുറം ജില്ലയിലെ എടപ്പാൾ പഞ്ചായത്ത്, ഞങ്ങൾക്ക് 2 സീറ്റിനാണ് പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടു പോയത്. 2 സീറ്റും കൂടി ഞങ്ങൾ തോൽപ്പിച്ചതാണ്. പരസ്പരം UDFും LDFും സഹകരിച്ച് ഞങ്ങൾ തോൽപ്പിച്ചതാണ്. ആ 2 സീറ്റുകൾ ഞങ്ങൾ ജയിച്ചത് ഞങ്ങൾ ഇന്ന് പഞ്ചായത്തിന്റെ ഭരണത്തിലാണ്, മലപ്പുറം പോലെ ജില്ലയിൽ. അപ്പൊ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും BJPക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കാതിരുന്ന, വിജയിക്കാൻ സാധിക്കാതിരുന്ന, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ പോലും കഴിയാതിരുന്ന ധാരാളം പഞ്ചായത്തുകളിൽ മത്സരിക്കാൻ സാധിച്ചു, അവിടെയൊക്കെ ജയിച്ചു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കേരളത്തിൽ ഞങ്ങളുടെ സാന്നിധ്യവും സ്വാധീനവും എല്ലായിടത്തും പ്രകടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്. ഞങ്ങൾ അതിനെക്കുറിച്ച് നല്ല കോൺഫിഡന്റ് ആണ്. ഞങ്ങൾക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള കോൺഫിഡൻസ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വെച്ചിട്ടാണല്ലോ വിലയിരുത്തേണ്ടത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പെർസെന്റേജ് മറ്റൊരു തെരഞ്ഞെടുപ്പിലും ആർക്കും കിട്ടാറില്ലല്ലോ, BJPക്ക് മാത്രമല്ല, ആർക്കും കിട്ടാറില്ലല്ലോ. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചർച്ച ചെയ്യപ്പെടുന്ന വേറെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ പരിപ്രേക്ഷ്യം ഉണ്ടാവും. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളാണ് വിലയിരുത്തപ്പെടുന്നത്. അതൊരു പ്രോ മോഡി വേവ് ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന വോട്ടിംഗ് ഷെയറാണ്. അതൊരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടില്ല, പ്രാദേശിക തെരഞ്ഞെടുപ്പിലും കിട്ടില്ല. നമ്മൾ തെരഞ്ഞെടുപ്പിലെ ചർച്ച ചെയ്യേണ്ടത് 2025 തെരഞ്ഞെടുപ്പിനെ 2020 തെരഞ്ഞെടുപ്പോഴാണ് കിട്ടുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നാം വിലയിരുത്തേണ്ടത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമുക്ക് 2024 വിലയിരുത്താം.
അപ്പം 17 14% ഉള്ളൂ ഞങ്ങളുടെ വോട്ടിംഗ് പെർസെന്റ്. അത് ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കിൽ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് 15% എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ കറക്റ്റ് കണക്ക് വന്നപ്പോൾ ഞങ്ങൾ 15% താഴെയാണ്. നമ്മൾ റൗണ്ട് ഫിഗർ ആയിട്ടാണ് ഈ 15% പറയുന്നത്. 14.71% മാത്രമേ BJPക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് വലിയ വർധനപാടെന്ന അർത്ഥത്തിലൊന്നുമല്ലല്ലോ നിങ്ങളോട് പറയുന്നത്. പക്ഷെ എന്നാലും ടെക്നിക്കലി വേണമെങ്കിൽ ഞങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ശതമാനക്കണക്കിലെ വർധനവിനേക്കാൾ പ്രധാനം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇപ്രാവശ്യം കോൺഫിഡൻസ് നൽകുന്നത് BJP കേരളത്തിൽ ഒരു വിന്നബിലിറ്റിയുള്ള പാർട്ടിയാവുകയും ഞങ്ങൾക്ക് എല്ലായിടത്തും ജയിക്കാൻ സാധിക്കും. ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ള വാർഡുകൾ, ഇതിന്റെ 2 വാർഡുകൾ BJP 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരസഭ കോർപ്പറേഷനെല്ലാം ഞങ്ങൾ സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പോ
സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 6 മാസമെങ്കിലും ഭരിക്കാൻ അവസരം തരിക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടത്. അതിന് പകരം ഒരു എത്തിക്സും ഇല്ലാതെ കോൺഗ്രസ് CPM ഒരുമിച്ചാണ് 11 പഞ്ചായത്തുകൾ ഞങ്ങൾ നഷ്ടപ്പെട്ടു. എന്നിട്ടും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ഇരട്ടി പഞ്ചായത്തുകൾ ഭരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ പുറകോട്ട് പോവുക? അത് ഈ ജില്ലാ ഘടകം തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. സത്യത്തിൽ നേരത്തെ വിഷയം ഉയർന്നു വന്ന സമയത്ത് ആന്റണി രാജുവിനെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയവരാണ് കേരളത്തിലെ ഭരണപക്ഷി, സംസ്ഥാന സർക്കാർ. ഈ പുതിയ വിധിയടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അഴിമതിയോട് സന്ധി ചെയ്യുന്ന സമീപനത്തിൽ ജനങ്ങളോട് മാപ്പ് പറയുന്ന സമീപനമാണ് ഉണ്ടാവേണ്ടത്. കേരളത്തിൽ എങ്ങനെയാണ് അഴിമതിക്കാർ രക്ഷപ്പെട്ടു പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ടിപ്പിക്കൽ ഉദാഹരണമാണ്. അഴിമതിയുമായി സീറോ ടോളറൻസ് ആണെന്ന് ഒരു ഭാഗത്ത് പറയുകയും അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്ത സമീപനമാണ്. അതുകൊണ്ട് ഇവരുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ പൊയ്മുഖമാണ് ഇന്ന് കോടതി വിധിയോടുകൂടി തകർന്നു പോയിട്ടുള്ളത്. ജനങ്ങളോട് മാപ്പ് പറയാനാണ് തയ്യാറാവുന്നത്. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമല്ലേ? അത് അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എനിക്കെങ്ങനെ പറയാൻ സാധിക്കുക? അല്ല, അത് അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് ആർക്കും തീവ്രവാദികളാകാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. എനിക്കറിയില്ല. എനിക്കെങ്ങനെ പറയാൻ പറ്റുക? എനിക്കിങ്ങനെ ഒരാളെ പറയാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും എന്റെ സുഹൃത്തുക്കളല്ലേ, എനിക്ക് നിങ്ങളെ കുറിച്ച് എങ്ങനെ പറയാൻ പറ്റുക? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമുദായിക സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിൽ മുഴുവൻ പ്രവർത്തനമുള്ള ഒരു സംഘടനയാണ് SNDP യോഗം. അപ്പൊ അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞത്, അല്ലാതെ പറയില്ലല്ലോ. അല്ല, അങ്ങനത്തെ ആലോചനയിലേക്കൊന്നും ഇപ്പൊ ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോ SIR-ന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രവർത്തനം നടക്കുകയാണ്. ആ പ്രവർത്തനത്തിൽ സജീവമായി ഇടപെടാൻ പാർട്ടി ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതിയ ബൂത്തിന്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ വോട്ടർ പട്ടിക അടിസ്ഥാനത്തിൽ ബൂത്ത് കമ്മിറ്റികളുടെ പുനഃക്രമീകരണത്തെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. സമയബന്ധിതമായി അത് പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രാഥമികമായിട്ടുള്ള സംഘടനാ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. പിന്നെ തീർച്ചയായിട്ടും വരുമല്ലോ. അത് രണ്ടും രണ്ടല്ലേ? നിങ്ങൾ കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞു അല്ലേ? ഞാനത് രാജേഷോട് പറയാം, നിങ്ങൾ കണ്ടി തുടങ്ങുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് വരാൻ ഒരാഴ്ചയല്ലേ വേണ്ടു. നിങ്ങൾ വേവലാതിപ്പെടല്ല, വരുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ വിജിലന്റ് ആണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒളിമ്പിക്സ് 2036 ഇനി എത്ര കിടക്കുന്നത്? ഇല്ല, ഇന്നിപ്പോ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ചൊന്നും കടന്നിട്ടില്ല. BJP ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പ്രിപ്പറേറ്ററി വർക്കിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്.
ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതുണ്ട്. അപ്പോൾ ഏതായാലും ഒരു കാര്യത്തിൽ നമ്മുടെ ബോധ്യത്തിന് വരേണ്ടത് BJP കേരളത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് മാറുകയും ഒരു ഡിസൈഡിംഗ് ഫാക്ടറായിട്ട് മാറുകയാണ്. BJP ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഇനി കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് ഇപ്രാവശ്യം പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി അതൊന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കും. ഓക്കെ, ആവശ്യത്തിനൊക്കെ ആയില്ലേ?